ഇരുണ്ട ഒരു രാത്രി. കാനഡയിലെ ഒരു നീണ്ട റോഡ്. ആ റോഡിന്റെ പേര് ഹൈവേ ഓഫ് ടിയേഴ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുന്നില്ലേ? കണ്ണീരുടെ ഹൈവേ. ഈ റോഡിൽ വർഷങ്ങളായി നിരവധി സ്ത്രീകൾ കാണാതായി. ചിലരെ ഒരിക്കലും കണ്ടെത്താനായില്ല. ചിലരുടെ കഥകൾ ഇന്നും അവസാനിച്ചിട്ടില്ല. പക്ഷേ ആ ഇരുണ്ട കഥകളിൽ ഒരു പേര്, മറ്റുള്ളവയേക്കാൾ കൂടുതൽ പേടിയുണ്ടാക്കുന്നൊരു പേര്: കോഡി ലെഗ്ബോക്കോഫ്. ഒരു സാധാരണ ബാലൻ എങ്ങനെ ഒരു ഭീകരനായി മാറി? ഇതാണ് ആ കഥ. 1990 ജനുവരി 21, കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന പ്രവിശ്യയിലെ ഒരു ചെറിയ പട്ടണം, ഫോർട്ട് സെയിന്റ് ജെയിംസ്. അവിടെ ഒരു കുഞ്ഞ് ജനിച്ചു. പേരിട്ടു കോഡി ലെഗ്ബോക്കോഫ്. ഒരു സാധാരണ കുടുംബം. അച്ഛൻ ലോറൻസ് ലെഗ്ബോക്കോഫ്, അമ്മ ലോർണ ലെഗ്ബോക്കോഫ്. ഒരു മിഡിൽ ക്ലാസ് ജീവിതം, പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു കുടുംബം. കുട്ടിയായിരുന്നപ്പോൾ കോഡി ഒരു സാധാരണ കുട്ടിയായിരുന്നു. സ്കൂളിൽ പോയി, സുഹൃത്തുക്കളോടൊപ്പം കളിച്ചു, ക്ലാസ്സിലിരുന്ന് പഠിച്ചു. അവനെ കണ്ടാൽ ആരും പറയില്ല, ഇവനൊരു ദിവസം ലോകം പേടിക്കുന്ന ഒരാളായി മാറും. അവന്റെ അധ്യാപകരും സുഹൃത്തുക്കളും ഒന്നേ പറയാറുള്ളൂ: അവനൊരു നോർമൽ കുട്ടിയാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ പുറത്തു നമുക്ക് കാണുന്നത് അകത്തുള്ള സത്യമായിരിക്കില്ല. കാലം കടന്നുപോയി, കോഡി വളർന്നു. കുട്ടിയായിരുന്ന ആ ഇന്നസെൻസ് മാറിത്തുടങ്ങി. അവന്റെ താൽപ്പര്യങ്ങൾ മാറി. അവൻ കാണാൻ തുടങ്ങിയത് സാധാരണ ആളുകൾ കാണാൻ പേടിക്കുന്ന കാര്യങ്ങൾ: വയലൻസ്, ഡാർക്ക് ഫാന്റസീസ്. ഒരു തരത്തിൽ അവന്റെ മനസ്സിൽ ഒരു ഇരുണ്ട ലോകം സ്ലോലി വളരാൻ തുടങ്ങി. ആരുമത് ശ്രദ്ധിച്ചില്ല. കാരണം പുറത്തു കാണുന്നത് ഇനിയും ഒരു നോർമൽ യുവാവാണ്. 2009 കോഡിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്ന വർഷം. ആ വർഷം ഒരു 15 വയസ്സുള്ള പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നു. ആ പെൺകുട്ടി അവനെ വിശ്വസിച്ചു. പക്ഷേ അതവളുടെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഒരു ദിവസം അവൾ കാണാതായി. ആരെങ്കിലും അവളെ അന്വേഷിച്ചു. പക്ഷേ അവൾ തിരികെ വന്നില്ല. അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആ സമയത്ത് ആരും അറിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പായിരുന്നു: ഒരിരുണ്ട കഥ ഇപ്പോൾ മാത്രമാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം മറ്റു സംഭവങ്ങളുമുണ്ടായി. 2009 മുതൽ 2010 വരെ 3 സ്ത്രീകൾ കൂടി ജീവിതം നഷ്ടപ്പെടുത്തി. അവരിൽ പലരും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ. ചിലർ ജീവിതം നയിക്കാൻ കഷ്ടപ്പെടുന്നവർ. കോഡി അവരെ തെരഞ്ഞെടുക്കുന്നത് കാരണം ഇവരെ ആരും തിരയില്ല. അവന്റെ മനസ്സിൽ അതൊരു ഈസി ടാർഗറ്റായിരുന്നു. ഇവിടെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലെ ഇരുട്ട് എത്ര ഭീകരമാകാമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഹൈവേ ഓഫ് ടിയേഴ്സ് എന്ന റോഡ് ഇതിനകം തന്നെ ഒരു ഭീകര ചരിത്രമുണ്ടാക്കിയിരുന്നു. വർഷങ്ങളായി നിരവധി സ്ത്രീകൾ അവിടെ നിന്ന് കാണാതായി. ആരും കണ്ടില്ല, ആരും കേട്ടില്ല. അവരുടെ കഥകൾ കാറ്റിൽ ലയിച്ചുപോയി. അവിടെയാണ് കോഡിയുടെ ഒരിരയുടെ കഥയും ചേർന്നത്. 2010 നവംബർ, ഒരു രാത്രി. ഒരു പോലീസ് ഓഫീസർ റോഡിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു. അപ്പോൾ ഒരു ട്രക്ക് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഡ്രൈവിംഗ് സാധാരണ പോലെ തോന്നിയില്ല. അവൻ ആ വാഹനം സ്റ്റോപ്പ് ചെയ്തു. ഡ്രൈവർ സീറ്റിൽ കോഡിയിരിക്കുകയായിരുന്നു. ഒരു ചെറിയ ചോദ്യം: നിന്റെ ട്രക്കിൽ ബ്ലഡ് എങ്ങനെ വന്നു? കോഡി പറഞ്ഞു, ഞാൻ ഹണ്ടിംഗ് പോയതാണ്. പക്ഷേ ആ മറുപടി അവിടെ നിന്ന് പോലീസ് ഓഫീസർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ കുറച്ചുകൂടി അന്വേഷിച്ചു. ആ തീരുമാനം ചരിത്രം മാറ്റി. പോലീസ് ആ പ്രദേശം സെർച്ച് ചെയ്തു. അവിടെ അവർ കണ്ടത് ഒരു സാധാരണ ക്രൈം സീൻ അല്ലായിരുന്നു. അത് ഒരു ഭീകര സത്യത്തിന്റെ തുടക്കമായിരുന്നു. എവിഡൻസ്, DNA, വിക്ടിം ബിലോങ്ങിങ്സ്. ഒന്നൊന്നായി എല്ലാം കോഡിയിലേക്ക് പോയിന്റ് ചെയ്തു. ഒരു നോർമൽ ബോയ് ഇപ്പോൾ ഒരു സീരിയൽ കില്ലറായി മാറി. കോഡി പറഞ്ഞു, ഞാൻ കൊന്നിട്ടില്ല. അവൻ പറഞ്ഞു, മറ്റുള്ളവരാണ് റെസ്പോൺസിബിൾ. ഇമാജിനറി ആളുകൾ, കഥകൾ. അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ സത്യം എപ്പോഴും പുറത്തുവരും. 2014
കോടതി വിധി പറഞ്ഞു. 4 ഫസ്റ്റ് ഡിഗ്രി മർഡേഴ്സ്. ശിക്ഷ ലൈഫ് ഇംപ്രിസൺമെന്റ്. 25 വർഷം പരോളില്ല. ജഡ്ജ് പറഞ്ഞു, ഇവനിൽ റിമോഴ്സില്ല. ഈ കഥയിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നതെന്താണെന്നറിയാമോ? അവനൊരു സ്ട്രെയിഞ്ചറല്ല. അവൻ നമ്മളെപ്പോലെ ഒരാളായിരുന്നു. ഒരു നോർമൽ ജീവിതം, ഫ്രണ്ട്സ്, ഫാമിലി. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു ഭീകര ലോകം ഒളിഞ്ഞിരുന്നു. ഹൈവേ ഓഫ് ടിയേഴ്സ്. ഇന്നും അവിടെ പല കഥകളും അവസാനിച്ചിട്ടില്ല. ചിലരുടെ ശബ്ദങ്ങൾ ഇന്നും കേൾക്കാം, കാറ്റിൽ, നിശബ്ദമായി. കോഡി ലെഗബക്കോഫ് ഒരു പേരു മാത്രമല്ല, ഒരോർമ്മപ്പെടുത്തലാണ്. ഡേഞ്ചർ എപ്പോഴും നമുക്ക് തോന്നുന്ന രൂപത്തിൽ വരില്ല. ഇതുപോലുള്ള യഥാർത്ഥ കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇനിയും ഒരു ഇരുണ്ട സത്യം.